നമ്മുടെ വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും. നമ്മുടെ അക്കൗണ്ട് പോയി പോകും. നമുക്കിനി വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, യൂസ് ചെയ്യാൻ സാധിക്കില്ല. വാട്സപ്പ് ഉപയോഗിച്ച് ചാറ്റിങ്ങും കോളിങ്ങും ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസും ആർട്ടിക്കിൾസും മറ്റൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാലം നമ്മൾ കാണുകയും കേൾക്കുകയും മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി. എനിക്കിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, എന്തിനും വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഗൈസ്, ഇതുവരെ നോ പ്രോബ്ലം, ഒരു വിഷയമില്ല. സാധാപോലെ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ ഇതാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടുമില്ല. അപ്പോൾ വലിയൊരു വിഷയമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പിൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇനി എഗ്രി കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഗൈസ്, നമ്മളിപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ സംഭവിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം വാട്സപ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയായിരുന്നു നമ്മുടെ ഡാറ്റകൾ എടുക്കുക, എന്നിട്ട് മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കുക, അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ക്രോമിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് സ്റ്റോർ അല്ല, പ്ലേ സ്റ്റോർ. ആപ്പ് സ്റ്റോറിൻ്റെ വിഷയം കുറച്ചുകൂടെ ഒന്ന് സെക്യൂർഡാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് iOSൻ്റെ കാര്യമല്ല, നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എലോ കൊടുക്കും, ഒരുപാട് എഗ്രിയൊക്കെ കൊടുക്കും, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നു, എന്നിട്ട് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ബിസിനസ്സൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത്രയും കാലം വാട്സപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ അവർ തുറന്ന് പറഞ്ഞ് നമ്മുടെ സമ്മതപ്രകാരം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ ഡാറ്റകൾ പുറത്ത് പോകില്ല, മറ്റാവശ്യങ്ങൾക്ക് ഒന്നും തന്നെ യൂസ് ചെയ്യില്ല, ഓൺലി ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ എഗ്രി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ വാട്സപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ എഗ്രി കൊടുത്തില്ല എങ്കിൽ, 15-ാം തീയതിക്ക് ശേഷം നമ്മൾ എഗ്രി കൊടുത്തിട്ടില്ല എങ്കിൽ, നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റായി പോകുമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൻ്റെ ആ ഒരു ചാറ്റിങ് സിസ്റ്റത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, അപ്ഡേഷൻസൊക്കെ കുറയും. അതുപോലെ ഇങ്ങനെ മാറി ഏകദേശം 1.5 മാസം എടുത്തുകൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ ആ ഒരു ഫെസിലിറ്റീസൊക്കെ കുറഞ്ഞ് നമുക്ക് വാട്സപ്പ് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അവർ അടുത്ത അപ്ഡേഷനിൽ അത് മാറ്റും എന്നാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൻ്റെ യൂസേഴ്സ് ഒരുപാട് കുറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വൻ നഷ്ടം വരും. നഷ്ടം അവർക്ക് നികത്തണമെങ്കിൽ ഈ ഒരു പ്രൈവസി പോളിസി അവർ മാറ്റേണ്ടത് തന്നെ ഉണ്ട്. അപ്പോൾ അവരത് മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി എഗ്രി കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ ഇതാക്കാനൊന്നും പോകുന്നില്ല. വാട്സപ്പ് കുറച്ച് കഴിഞ്ഞ് അപ്ഡേഷനിലൂടെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് തീരെ സെക്യൂറായിട്ട് തോന്നുന്നില്ല എങ്കിൽ, വാട്സപ്പിനെ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. സിഗ്നൽ, ടെലിഗ്രാം, മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ മാറുമ്പോൾ മറ്റാളുകൾ അതിലില്ല എന്നുള്ള പ്രോബ്ലംസൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ പതിയെ അങ്ങ് മാറിക്കോളും. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാറാവുന്നതാണ്. പക്ഷേ വാട്സപ്പ് നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി കൊടുക്കുന്നത് കൊണ്ടോ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടോ ഒരു വിധത്തിലുള്ള പ്രോബ്ലംസും വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിക്കോട്ടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.